ഹായ് PSC ഉദ്യോഗാർത്ഥികളെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന പോർഷൻ കേരള ഹിസ്റ്ററിയാണ്. കേരളം കടലിൽ നിന്ന് ചെറുതായിട്ട് പുറത്തേക്ക് വന്നതാണെന്നുള്ള ഒരു ഹിസ്റ്ററിക് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിനെക്കുറിച്ച് സംഘം ലിറ്ററേച്ചറിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതൊക്കെ പാതിലുകളാണെന്ന് വെച്ചാൽ പതിറ്റുപാട്ടിൽ, പുരാണനൂറിൽ, അകനൂറിൽ ഒക്കെ കേരളത്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള പുരാണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വായുപുരാണ, മത്സ്യപുരാണ, പത്മപുരാണ, സ്കന്ദപുരാണ, മാർക്കാണ്ഡേയ പുരാണ. ഇത്രയും പുരാണങ്ങളിലും കേരളത്തിനെക്കുറിച്ച് പുരാണങ്ങളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അശോകൻ്റെ ശാസനങ്ങളിൽ രണ്ടാമത്തെ റോക്ക് എഡിക്ട്സിലാണ് കേരളത്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കാളിദാസൻ്റെ രഘുവംശ ബുക്ക് എന്ന് പറഞ്ഞ ബുക്കിലും കേരളത്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരള പഴമ എന്ന ബുക്ക് എഴുതിയ ഓഥർ ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരളത്തിലെ പഴയ പ്രീ ഹിസ്റ്റോറിക് പീപ്പിൾ, അതായത് ഹിസ്റ്ററി തുടക്കകാലത്തുള്ള ആൾക്കാർ നിഗ്രറ്റോ റേസിലുള്ളതും പ്രോട്ടോ ആസ്ട്രോളോയിഡ്സിലും എന്ന ഗ്രൂപ്പിൽ അടങ്ങിയിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യ താമസിച്ചിട്ടുള്ള ആൾക്കാർ സ്റ്റോൺ ഏജിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഫേസിൽ ഉൾപ്പെടുന്നവരാണ്. അവർ ആ കാലത്തുള്ള കുറേ മോണുമെൻറ്റ്സ്, തൊപ്പിക്കല്ല്, പുലച്ചിക്കല്ല്, കുടക്കല്ല് എന്ന പേരിലൊക്കെയുള്ള കുറച്ച് മോണുമെൻറ്റ്സൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഈ മെഗാലിത്തിക് റോക്ക് മോണുമെൻറ്റ്സിൽ ഒന്നായിട്ടുള്ള കൊടക്കല്ല് കൂടുതലായിട്ടും ഉള്ളത് ചേരമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ കൊടക്കല്ല് പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. അടുത്തതായിട്ട് നന്നങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ അതായത് ബോഡി പാർട്സ് എല്ലാം, അല്ലെങ്കിൽ ആഷസ് എല്ലാം കൂടി ഒരു ജാറിൽ ജാറിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു പാത്രം പോലത്തെ ഇതിലാക്കിയിട്ട് കല്ലിൻ്റെ പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നതിനെയാണ് നന്നങ്ങാടി എന്ന് പറയുന്നത്. ആ നന്നങ്ങാടി കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് തൃശ്ശൂരുള്ള ഏങ്ങണ്ടിയൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അർത്ഥശാസ്ത്ര എന്ന ബുക്കിൽ കേരളത്തിലെ ഒരു ഒരു നദിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് പെരിയാറാണ്. അപ്പോൾ അർത്ഥശാസ്ത്രയിൽ പരാമർശിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരു നദി എന്ന് പറഞ്ഞാൽ പെരിയാറാണ്. പെരിയാറിനെ ചൂർണി എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഗ്രീക്കിൽ നിന്ന് വന്ന ആൾക്കാർ കുരുമുളകിനെ വിളിച്ച പേര് യവനപ്രിയ എന്നാണ്. കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരാണ് മുസിരീസ്. അതുപോലെ തന്നെ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരെ പണ്ടറിയപ്പെട്ടിരുന്ന പേരായിരുന്നു മൂവേടൻ. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിൽ കാണുന്ന പ്രശസ്തമായ മല തുരന്നുണ്ടാക്കുന്ന ഗുഹയാണ് എടക്കൽ കേവ്സ്. എടക്കൽ ഗുഹകൾ കേരളത്തിൽ സ്റ്റോൺ ഏജിലുള്ള ഒരേ ഒരു കാർവിംഗ് ആണ്. സ്റ്റോൺ ഏജിലുള്ള കൊത്തുപണികളിൽ ഒരെണ്ണേ ഉള്ളൂ. അത് എടക്കൽ ഗുഹയിലാണ് ഉള്ളത്. എടക്കൽ ഗുഹയിലുള്ള ആ കൊത്തുപണികളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് ദ്രാവിഡ ബ്രഹ്മി എന്ന് പറഞ്ഞ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയൊരു ബുക്കായ മഹാഭാഷ്യ കേരളത്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ബുക്കാണ്. അത് എഴുതിയിരിക്കുന്നത് പതഞ്ജലിയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ സീമ എന്നറിയപ്പെടുന്നിരുന്ന സ്ഥലമാണ് ഇംഗ്ലണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചാണ്. ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ശാസനകളെക്കുറിച്ചുള്ള ഒരു പഠനത്തിന് പറയുന്ന പേരാണ് എപ്പിഗ്രഫി. ആദ്യത്തേതും ഏറ്റവും പുരാതനവുമായ കല്ലിലുള്ള ശാസന എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ വന്നിരിക്കുന്നത് വാഴപ്പിള്ളി ഇൻസ്ക്രിപ്ഷനാണ്, അതായത് വാഴപ്പിള്ളി ശാസനം. അത് പുറപ്പെടുവിച്ചത് രാജശേഖരൻ വർമ്മനാണ്. വാഴപ്പിള്ളി ഇൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന വാക്ക് നമഃശിവായ എന്നാണ്. ബാക്കിയുള്ള കുറച്ച് ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കുന്നുണ്ട്. അതൊക്കെ തുടങ്ങിയിരിക്കുന്നത് സ്വസ്തി ശ്രീ എന്ന വാക്കിലാണ്. റോമൻ ചക്രവർത്തിയും കേരളവും തമ്മിലുള്ള
കൊമേഴ്ഷ്യൽ റിലേഷൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ബന്ധത്തിനെക്കുറിച്ച് പറയുന്ന ദീനറിയ എന്ന് പറയുന്ന ഒരു നാണയം, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ശാസനമാണ് വാഴപ്പിള്ളി ഇൻസ്ക്രിപ്ഷൻ അഥവാ വാഴപ്പിള്ളി ശാസനം. ഈ പുരാതന കാലത്ത് ഈ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതിയിരിക്കുന്നത് വട്ടെഴുത്ത് അക്ഷരങ്ങൾ കൊണ്ടാണ്. പിന്നെ പണ്ട് കാലത്തുള്ള ദേവദാസി സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ശാസനയാണ് ചോക്കൂർ ഇൻസ്ക്രിപ്ഷൻ അഥവാ ചോക്കൂർ ശാസനം. അത് പുറപ്പെടുവിച്ചത് ഗോദരവി വർമ്മ ആണ്. പുരാതന കാലത്ത് ആദ്യമായിട്ട് ഒരു തീയതി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ശാസനയുള്ളത് തരിശപ്പള്ളി ശാസനങ്ങളിലാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ഇവിടെ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നതിൻ്റെ എവിഡൻസ് കൊടുക്കുന്നത്, ഒരു തെളിവായിട്ട് വരുന്നത് തരിശപ്പള്ളി ശാസനങ്ങളിലാണ്. അതിനെ കോട്ടയം ചേപ്പേടുകൾ എന്നും അറിയപ്പെട്ടിരുന്നു. തരിശപ്പള്ളി ശാസനങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്ഥാനു രവിവർമ്മ എന്ന രാജാവാണ് 849 AD. അത് എഴുതിയിരിക്കുന്നത് അയ്യനടികൾ തിരുവടികൾ എന്ന് പറഞ്ഞ ഒരാളാണ്. സംഘകാലഘട്ടത്തിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. സംഘം മീൻസ് കൂട്ടം. ഒരു കൂട്ടത്തിനെയാണ് സംഘം എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 1st സെഞ്ച്വറി തൊട്ട് 5th സെഞ്ച്വറി വരെയുള്ള കാലഘട്ടമാണ് സംഘം ഏജായിട്ട് കണക്കാക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ കറുത്ത നാളുകളാണ് സംഘകാലം കഴിഞ്ഞിട്ട് വരുന്ന സമയം. സംഘകാലത്ത് കേരളത്തിൽ ഭരിച്ചിരുന്ന 3 മെയിൻ ഡൈനാസ്റ്റികളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഡൈനാസ്റ്റി, ഏഴിമല ഡൈനാസ്റ്റി, ചേര ഡൈനാസ്റ്റി, ഇതൊക്കെയാണ് സംഘകാലത്ത് ഭരിച്ചിരുന്നത്. സംഘകാലഘട്ടത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മൺറം. സംഘകാലത്ത് ആൾക്കാരുടെ മെയിൻ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയായിരുന്നു. സമയത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു എഴുത്തുകാരിയാണ് ഔവയാർ. പിന്നെ സംഘകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിച്ചിരുന്ന ദൈവമാണ് മുരുകൻ. സംഘകാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു നാണയത്തിൻ്റെ പേരാണ് ദിനാറ അല്ലെങ്കിൽ കാന. ആ കാലഘട്ടത്തിൽ രാജാവിനെ വിളിച്ചിരുന്ന പേരാണ് കോ ഓർ കോൻ ഓർ കടുംകോ. രാജ്ഞിയെ വിളിച്ചിരുന്ന പേര് പെരുംതേവി. ഓണത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുള്ള സംഘകാലഘട്ടത്തിൽ കൊടുത്തിരുന്ന ഒരു വർക്കാണ് മധുരൈ കാഞ്ചി. ഉപയോഗിച്ചിരുന്ന ഭാഷ തമിഴാണ്. അതുപോലെ തന്നെ ബുദ്ധിസത്തിനെ കുറിച്ച് പറയുന്ന ഒരു കൃതിയാണ് മണിമേഖല. സംഘകാലഘട്ടത്തിലുള്ള ഒരു പ്രധാന കൃതിയാണ് പത്തുപാട്ട്. അത് എഴുതിയിരിക്കുന്നത് നാഗേരൻ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ സംഘകാലഘട്ടത്തിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയുടെ പേരാണ് നൊടുതൽ. അല്ലലാവണം, നാലങ്ങാടി, അതായത് ഈവനിങ് മാർക്കറ്റിനെയും മോർണിംഗ് മാർക്കറ്റിനെയും വിളിച്ചിരുന്ന പേരാണ് ഏൻഷ്യൻ്റ് തമിഴകത്തിൽ.